സോ നമുക്കിനി carnot പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. carnot സൈക്കിൾ എന്താണെന്ന് കണ്ടു. അപ്പോൾ carnot പ്രിൻസിപ്പിൾസ്, the first principle ഇതാണ്: efficiency of an irreversible heat engine is always less than the efficiency of a reversible one operating between the same two reservoir. അപ്പോൾ നമുക്ക് രണ്ട് റിസർവോയർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിനും ഒരു ഇറിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിനും ഉണ്ടെങ്കിൽ റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ ആയിരിക്കും എഫിഷ്യൻസി ഇറിവേഴ്സിബിളിനേക്കാളും കൂടുതൽ. സോ ദിസ് ഇസ് എ ലോ, ദിസ് ഇസ് എ പ്രിൻസിപ്പിൾ. ഇത് ഇതുവരെ വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇനിയിപ്പം നമ്മൾ രണ്ട് റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ എടുക്കുവാണെങ്കിൽ, അതായത് ഓപ്പറേറ്റിംഗ് ബിറ്റ്വീൻ ദ സെയിം ടു റിസർവോയേഴ്സ് ആണെങ്കിൽ, ഇതിൻ്റെ രണ്ടും എഫിഷ്യൻസി സെയിം ആയിരിക്കും. ഒരെണ്ണത്തിൻ്റെ മറ്റേനേക്കാളും എഫിഷ്യൻസി കൂടുതൽ വരും. ഇത് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് let us try to prove that. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ നമ്മൾ എടുക്കുന്നത് എഫിഷ്യൻസി ഓഫ് ആൻ ഇറിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ എഫിഷ്യൻസി ഓഫ് എ റിവേഴ്സിബിൾ വൺ ഓപ്പറേറ്റിംഗ് ബിറ്റ്വീൻ ദ സെയിം ടു റിസർവോയേഴ്സ്. ഇതെങ്ങനെ പ്രൂവ് ചെയ്യാം? അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ നോക്കുന്നത്, നമ്മൾ ആദ്യം ലെറ്റ് us കൺസിഡർ വർക്ക് ഇറിവേഴ്സിബിൾ, അതായത് ഇറിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിനേക്കാളും കൂടുതലാണ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒരു ഹൈ ടെമ്പറേച്ചർ റിസർവോയർ ഉണ്ട്. ഹിയർ യു ഹാവ് എ ലോ ടെമ്പറേച്ചർ റിസർവോയർ അറ്റ് TL. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളൊരു ഇറിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ നമ്മൾ കൺസിഡർ ചെയ്തു. ഇറ്റ് ടേക്സ് ഇൻ ഹീറ്റ് QH ആൻഡ് റിജക്ട്സ് QL. അപ്പോൾ QL ഇറിവേഴ്സിബിൾ എന്നാണ് ഇട്ടിരിക്കുന്നത്, കാരണം ഇതൊരു ഇറിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ ആയതുകൊണ്ട് ഇങ്ങനെ ഇട്ടു. അപ്പോൾ നമ്മളിതൊരു വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വർക്ക് എന്ന് പറയുന്നത് QH മൈനസ് QL ഇറിവേഴ്സിബിൾ ആണ്. ഓക്കെ, ഇനി നമ്മളൊരു റിവേഴ്സിബിൾ ഹീറ്റ് പമ്പ് നമ്മൾ കൺസിഡർ ചെയ്തു. റിവേഴ്സിബിൾ ഹീറ്റ് പമ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ് ടേക്സ് ഇൻ QL റിവേഴ്സിബിൾ, ഇത്രയും ഹീറ്റ് നമ്മൾ എടുക്കുന്നു. റിജക്റ്റ് ചെയ്യുന്നത് QH, അതങ്ങോട്ട് ഹൈ ടെമ്പറേച്ചർ റിസർവോയറിലേക്ക് റിജക്റ്റ് ചെയ്തു. അപ്പോൾ ഇതിന് നീഡ്സ് എ വർക്ക്. അപ്പോൾ അതിനെ നമ്മൾ W റിവേഴ്സിബിൾ ഈസ് ഈക്വൽ ടു QH മൈനസ് QL റിവേഴ്സിബിൾ. ഓക്കെ, ഇത് പോസിബിൾ ആണ്. ഇത് ഒരു ലോയും വയലേറ്റ് ചെയ്യുന്നില്ല. ദിസ് ഇസ് കംപ്ലീറ്റ്ലി പോസിബിൾ. നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് ഇറിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ, എഫിഷ്യൻസി ഓഫ് ഇറിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻസ് ഗ്രേറ്റർ ദാൻ റിവേഴ്സിബിൾ ഹീറ്റ് പമ്പ്. സോ ദാറ്റ് മീൻസ് ഇപ്പോൾ നമുക്ക് ഇത് രണ്ടും ഒന്ന് കമ്പൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ കമ്പൈൻ ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് നമ്മൾ ഈ ലോ ടെമ്പറേച്ചർ റിസർവോയറിലേക്ക്, ഇവിടെ ലോ ടെമ്പറേച്ചർ റിസർവോയറിലേക്ക് QL ഇങ്ങോട്ട് റിജക്റ്റ് ചെയ്യുന്നു, അതുപോലെ QL ഇവിടുന്ന് അബ്സോർബ് ചെയ്യുന്നു. സോ നെറ്റ് ഹീറ്റ് അബ്സോർബ്ഡ് എന്ന് പറയുന്നത് QL റിവേഴ്സിബിൾ മൈനസ് QL ഇറിവേഴ്സിബിൾ. സോ യു ഹാവ് എൻ ഇറിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ. നമുക്ക് ഇത് രണ്ടും നമ്മൾ കമ്പൈൻ ചെയ്യുവാണ് ഇതിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് കമ്പൈൻ ചെയ്യാൻ സാധിക്കും. ഇത് രണ്ടും നമുക്ക് കമ്പൈൻ ചെയ്യാം. കമ്പൈൻ ചെയ്യുമ്പോൾ ഇത് QH ഇങ്ങോട്ട് റിജക്റ്റ് ചെയ്തു, QH ഇങ്ങോട്ട് എടുക്കുന്നു. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഈ ഹൈ ടെമ്പറേച്ചർ റിസർവോയർ നമുക്ക് ഇവിടുന്ന് മാറ്റാം, കാരണം ഇവിടുന്ന് റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റ് നമുക്ക് നേരെ ഇങ്ങോട്ട് കൊടുക്കാൻ സാധിക്കും. സോ അതാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഹീറ്റ് ഹൈ ടെമ്പറേച്ചർ റിസർവോയറിലേക്ക് റിജക്റ്റ് ചെയ്യുന്നില്ല. യു ഹാവ് എൻ ഇറിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ. ഓക്കെ, സോ നമ്മൾ ലോ ടെമ്പറേച്ചർ റിസർവോയറിൽ നിന്ന് നമ്മൾ ഇത്രയും ഹീറ്റ് നമ്മൾ അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് നെറ്റ് വർക്ക് ഔട്ട് നമ്മൾ ഇത്രയും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എടുക്കുന്നത് നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ വർക്ക് ഈസ് ഗ്രേറ്റർ ദാൻ റിവേഴ്സിബിൾ വർക്ക്. അപ്പോൾ നെറ്റ് വർക്ക് എന്ന് പറയുന്നത് W റിവേഴ്സിബിൾ മൈനസ് W റിവേഴ്സിബിൾ ആണ്. പക്ഷേ ഇതിലെ പ്രശ്നം എന്ന് പറയുന്നത് ദിസ് വയലേറ്റ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് it is impossible to construct a device that produces a work by exchanging heat with a single reservoir. ഇവിടെ ഒരു സിംഗിൾ റിസർവോയറേ ഉള്ളൂ, അവിടുന്ന് അബ്സോർബ് ചെയ്യുന്നു, എവിടേക്കും റിജക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു സിംഗിൾ ഹീറ്റ് റിസർവോയർ മാത്രമായിട്ടേ എനർജി എക്സ്ചേഞ്ച് നടക്കുന്നുള്ളൂ. സോ ദിസ് വയലേറ്റ്സ് സെക്കൻഡ് ലോ സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ അതിൻ്റെ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് വയലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഒരിക്കലും പോസിബിൾ അല്ല. അതായത് ഇറിവേഴ്സിബിൾ വർക്ക് ഈസ് ഗ്രേറ്റർ ദാൻ റിവേഴ്സിബിൾ വർക്ക്.
ദിസ് ഈസ് നെവർ പോസിബിൾ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ നമ്മൾ വാലിഡേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, എഫിഷ്യൻസി ഓഫ് ഓൾ റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ ഓപ്പറേറ്റിംഗ് ബിറ്റ്വീൻ ദ സെയിം ടു റിസർവോയേഴ്സ് ആർ സെയിം. അപ്പോൾ ഇത് നമുക്ക് പ്രൂവ് ചെയ്യാൻ നോക്കാം. സപ്പോസ് നമ്മളൊരു റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി ഗ്രേറ്റർ ദാൻ എഫിഷ്യൻസി ഓഫ് ദ അതർ റിവേഴ്സിബിൾ എഞ്ചിൻ. സോ നമുക്കിവിടെ ഒരു ഹൈ ടെമ്പറേച്ചർ റിസർവോയറും ഇവിടെ ഒരു ലോ ടെമ്പറേച്ചർ റിസർവോയർ അറ്റ് TL. അപ്പോൾ യു ഹാവ് എ റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ. It takes in heat QH and rejects QL1. ഓക്കെ, ഇത് റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ ആണ്. അപ്പോൾ വർക്ക് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് W1 is equal to QH minus QL1. And you have a reversible heat engine 2. ഇത് കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ ചെയ്യുന്നതുകൊണ്ട് നമുക്കിത് നേരെ റിവേഴ്സ് ചെയ്യാം. റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിനിൽ QL2 അബ്സോർബ് ചെയ്തു, QH റിജക്റ്റ് ചെയ്തു. ഇതിലേക്ക് കൊടുക്കുന്ന വർക്ക് എന്ന് പറയുന്നത് QH മൈനസ് QL2. അഗെയിൻ നമുക്ക് ഇവിടെ ഈ ഹൈ ടെമ്പറേച്ചർ റിസർവോയർ നമുക്ക് ഇവിടുന്ന് കളയാൻ സാധിക്കും. കാരണം ഈ QH കൊടുക്കുന്നത് നേരെ നമുക്ക് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ റിമൂവ് ഹൈ ടെമ്പറേച്ചർ റിസർവോയർ. സോ അപ്പോൾ നമുക്കിത് അഗെയിൻ നമ്മളിവിടെ ഈ രണ്ട് റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ 1ഉം 2ഉം നമ്മൾ കമ്പൈൻ ചെയ്യുവാണ്. കമ്പൈൻ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബിക്കം QL2 മൈനസ് QL1. അപ്പോൾ ഇവിടെ ഒരു ഇറിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ ഉണ്ട്. നമുക്കപ്പോൾ ഹൈ ടെമ്പറേച്ചർ റിസർവോയർ കളയുന്നതുകൊണ്ട് അഗെയിൻ യു ഹാവ് എ വർക്ക് നെറ്റ് ഈസ് ഇക്വൽ ടു W1 മൈനസ് W2. സോ ദിസ് വൺ നമ്മളത് നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് QL2 മൈനസ് QL1 ആണ്. അപ്പോൾ ഇതൊരു ആകെ ഒരു തെർമൽ റിസർവോയർ മാത്രമേ ഇന്ററാക്ട് ചെയ്യുന്നുള്ളൂ. സോ ദിസ് വയലേറ്റ്സ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്. ഇത് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റിനെ വീണ്ടും വയലേറ്റ് ചെയ്യണം. അപ്പോൾ ഇതും പോസിബിൾ അല്ല. സോ ദിസ് ഈസ് ഓൾസോ നോട്ട് പോസിബിൾ. അങ്ങനെ ഇതും വാലിഡേറ്റ് ചെയ്തു. സെക്കൻഡ് പ്രിൻസിപ്പിൾ ഓൾസോ ഈസ്